നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. പലയിടങ്ങളിലായി 6ഓളം പോസ്റ്റുകളാണ് തകർന്നത്. നെല്ലായിയിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ആക്രിക്കടയിലെ തൊഴിലാളിക്ക് പൊള്ളലേറ്റു. കടുത്ത വേനലാണ് വരുന്നതെന്നും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യജനാധിപത്യ മുന്നണി അളഗപ്പ നഗർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. MP വിൻസെന്റ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 800 രൂപ കൂടി 53,760 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളിക്കുളങ്ങര മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. പലയിടങ്ങളിലായി 6ഓളം പോസ്റ്റുകളാണ് തകർന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. അഗ്നിരക്ഷാസേനയും KCB അധികൃതരും സ്ഥലത്തെത്തി. നെല്ലായിയിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ആക്രിക്കടയിലെ തൊഴിലാളിക്ക് പൊള്ളലേറ്റു. ദേശീയപാതയോട് ചേർന്നുള്ള കടയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. ആക്രിക്കടയിൽ കൂട്ടിയിട്ടിരുന്ന വാഹനങ്ങളുടെ ടയറുകളും എഞ്ചിൻ പാർട്സുകളും കത്തിനശിച്ചു. ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ തൊട്ടടുത്തുള്ള ഫാക്ടറിയിലേക്ക് തീ പടർന്നില്ല. പുതുക്കാട്, ചാലക്കുടി, തൃശൂർ യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പ്രദേശത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പ്രാഥമിക ഘട്ടത്തിൽ ഇത് സ്ഥിരീകരിക്കാനാവില്ലെന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു. കടുത്ത വേനലാണ് വരുന്നതെന്നും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടുത്ത വേനലിന് തയ്യാറെടുക്കാൻ സർക്കാർ ഏജൻസികൾക്കാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് സർക്കാർ ഏജൻസികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. സാധാരണയേക്കാൾ കൂടിയ ചൂടിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. അവശ്യ മരുന്നുകളുടെയും കുടിവെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി അളഗപ്പ നഗർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ പ്രിൻസൻ തയ്യാലയ്ക്കൽ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ കൺവീനർ ജിമ്മി മഞ്ഞളി, നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ടാജറ്റ്, ജില്ലാ സെക്രട്ടറി കല്ലൂർ ബാബു, മണ്ഡലം വർക്കിംഗ് ചെയർമാൻ ആൻസ് കണ്ണമ്പുഴ, KM ബാബുരാജ്, അലക്സ് ചുക്കിരി, ഡേവിസ് W അക്കര, KL ജോസ് എന്നിവർ പ്രസംഗിച്ചു. KPയുടെ ഓർമ്മകളുള്ള, കൊച്ചപ്പേട്ടന്റെ ഓർമ്മകളുള്ള, അതുപോലെ വിയലോടൊപ്പത്തിന്റെയൊക്കെ പ്രസംഗങ്ങൾ ഓരോ ഇലക്ഷനും ക്ലാസിക് പ്രസംഗങ്ങളും ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനമാണ് പ്രസംഗിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ പ്രവർത്തനം ഇത്ര ആവശ്യമായ പ്രവർത്തനങ്ങൾക്കായിട്ട് മണ്ഡലം തലത്തിലൊരു ഓഫീസ് വേണമെന്ന് ഉള്ള നിലയ്ക്കാണ് നമ്മളിന്ന് ഇന്നലെയും ഇന്നുമായിട്ട് എളുപ്പം സംഘടിപ്പിച്ചത്. 26-ാം തീയതി നിങ്ങൾക്ക് അറിയാം, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ ഓഫീസ് ഉദ്ഘാടനം മാറ്റി ഒരു നാളിൽ മുന്നോട്ട് പോവുക. സംബന്ധിച്ച് ഒരു ഓഫീസ് തുറക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന വലിയ ആവേശവും ഊർജവും അതിലേറെ പ്രതീക്ഷയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, വാട്സാപ്പിലാണ് മെസ്സേജ് കൊടുത്തത്, പെട്ടെന്നായിരുന്നു. കൂട്ടായ പ്രവർത്തനത്തിന്, അടുക്കും ചിട്ടയായ പ്രവർത്തനത്തിന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ ഒരു ആസ്ഥാന മന്ദിരം, ഒരു ഓഫീസ് നമുക്ക് ആവശ്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമായാലും ഒക്കെ നമുക്കൊരു പാർട്ടി ഓഫീസോ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസോ ആവശ്യമാണ്. കേവലം ഒരു 13 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിന് ഉദ്ഘാടനം നിർവഹിക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എന്തായാലും ഒരു ആസ്ഥാനം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഓഫീസ് തുറന്നു. അത്
ആവശ്യമാണ്. പക്ഷേ ഓഫീസിലല്ല നമ്മുടെ പ്രവർത്തനം. ഓഫീസിൽ നമ്മളെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ നിയന്ത്രിക്കാനൊരു സ്ഥലം മാത്രമല്ല. നമ്മളെല്ലാവരും നമുക്ക് കഴിയാവുന്നതോളം ഫീൽഡിൽ എല്ലാ വീടാണെന്ന് ഇറങ്ങിയുള്ള പ്രവർത്തനം ആരും കുറയ്ക്കരുത്. അതിന് എന്നാലും നമുക്ക് വോട്ട് കിട്ടുള്ളൂ. അത്ര വർഷം മുമ്പ് 35-40 വർഷം മുമ്പ് വരുമ്പോൾ ഈ ഓഫീസായിട്ട് ബന്ധപ്പെട്ടതാണ്. അത്രയും നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഓഫീസ് അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാനും കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി ഈ ഓഫീസ് ഉപയോഗിക്കാനും കഴിയില്ല. ജില്ലയിൽ ഹോം വോട്ടിംഗ് ആവശ്യപ്പെട്ട വോട്ടർമാർക്ക് ഏപ്രിൽ 15 മുതൽ 21 വരെ വോട്ട് ചെയ്യാൻ സംവിധാനം 1ാം ഘട്ടമായി ഒരുക്കുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആബ്സെന്ററി വോട്ടർമാർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ഭിന്നശേഷിക്കാർ, 85 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾ എന്നിവർക്കാണ് വീടുകളിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നത്. ജില്ലയിൽ 18,497 വോട്ടർമാരാണ് ഈ വിഭാഗത്തിലുള്ളത്. 40% ഭിന്നശേഷിയുള്ള 5,989 പേരും 85 വയസ്സിന് മുകളിലുള്ള 12,508 പേരുമാണ് ജില്ലയിൽ ഹോം വോട്ടിംഗിനായി 12D ഫോം മുഖേന അപേക്ഷിച്ചത്. ഇവരുടെ വീടുകൾ സന്ദർശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം പോലീസ് സെക്യൂരിറ്റി, വീഡിയോഗ്രാഫർ, മൈക്രോ ഒബ്സർവർ സംവിധാനത്തോടെ പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് തയ്യാറാക്കി രഹസ്യ സ്വഭാവത്തോടെയാണ് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുന്നത്. വോട്ടർമാരുടെ വസതി സന്ദർശിക്കുന്ന സമയവും തീയതിയും മുൻകൂട്ടി വരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം സഹവരണാധികാരികൾ വോട്ടർമാരെയും സ്ഥാനാർത്ഥികളെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഏജന്റുമാരെയും അറിയിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപം മുപ്ലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരത്ത് നീക്കം ചെയ്യാത്തത് കോളനിയിലെ കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു. മഴ കനത്തു പെയ്താൽ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന് കോളനിയിലെ വീടുകളിലേക്ക് വെള്ളം കയറാൻ തുരുത്ത് കാരണമാകും. ചാലക്കുടി വനം ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാരിക്കടവ് വനത്തിലാണ് കാരിക്കടവ് ആദിവാസി കോളനിയുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കന വാർഡിൽ ഉൾപ്പെടുന്ന കോളനിയിൽ മലയർ വിഭാഗത്തിൽപ്പെട്ട 15 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മുപ്ലിപ്പുഴയുടെ കരയിലുള്ള കോളനിയിലേക്ക് മഴക്കാലമായാൽ പുഴ കര കവിഞ്ഞൊഴുകി വെള്ളം കയറാറുണ്ട്. റിസർവ് വനത്തിലൂടെ ഒഴുകുന്ന മുപ്ലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോഴെല്ലാം കാരിക്കടവ് കോളനിയിലേക്ക് പുഴവെള്ളം ഇരച്ചുകയറും. 2018 പ്രളയത്തിൽ കോളനിയിലെ പകുതിയോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങുകയുണ്ടായി. 2022 മഴക്കാലത്ത് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടുത്തെ കുടുംബങ്ങളെ ഏതാനും ദിവസത്തേക്ക് വെള്ളിക്കുളങ്ങരയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ തുടർച്ചയായി മഴ കനത്തു പെയ്യുകയോ ചെയ്താൽ മുപ്ലിപ്പുഴയിൽ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ കാരിക്കടവ് കോളനിയിലുള്ളവരെ ദുരിതത്തിലാക്കും. 2018 പ്രളയത്തിൽ കോളനിക്ക് സമീപം പുഴയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മണലും ചേർന്നാണ് പുഴയുടെ നടുവിൽ തുരുത്ത് രൂപപ്പെട്ടത്. മഴക്കാലത്ത് പുഴ തുരുത്തിന് ഇരുവശത്തേക്കും വഴിമാറി ഒഴുകാൻ തുടങ്ങിയതോടെ കോളനിയുടെ അതിർത്തിയിലുള്ള കൃഷിഭൂമി ഇടിഞ്ഞു നശിക്കാൻ കാരണമായി. മലവെള്ളം പുഴയിലൂടെ ശരിയായി ഒഴുകിപ്പോകാൻ കഴിയാതെ ദിശ മാറി ഒഴുകിയതുമൂലം വ്യാപകമായി ബണ്ടിടിഞ്ഞ് നശിച്ചിട്ടുണ്ട്. പുഴ മധ്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ള തുരുത്ത് ഓരോ മഴക്കാലം കഴിയുമ്പോഴും കൂടുതൽ വിസ്തൃതമായി വരികയാണ്. നീരൊഴുക്കിന് തടസ്സമായ രീതിയിൽ തുരുത്തിലെ കുറ്റിച്ചെടികൾ വളരുകയാണ്. വെള്ളക്കെട്ടിനും ബണ്ടിടിച്ചിലിനും കാരണമാകുന്ന തുരുത്ത് നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന് 2 വർഷം മുൻപ് കാരിക്കടവ് കോളനി സന്ദർശിച്ച അന്നത്തെ കളക്ടറോട് ആദിവാസികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. മലയാളികൾക്ക് കണി കണ്ടുണരാൻ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ റെഡി. പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിരത്തിവെച്ചിരിക്കുന്നത്. 100 മുതൽ 2000 വരെയാണ് വിഗ്രഹങ്ങളുടെ വില. വിഷുദിനം അടുത്തപ്പോൾ കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങിക്കുന്നവരുടെ തിരക്കും വർദ്ധിച്ചു വരികയാണ്. നീല, സ്വർണം നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. പല നിറത്തിലും ഭാവത്തിലുമുള്ള വിഗ്രഹങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത. ബ്രാസ്, ബ്ലാക്ക് മെറ്റൽ, ക്രിസ്റ്റൽ എന്നിവയിൽ തീർത്ത വിഗ്രഹങ്ങളും ഈ വർഷം വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ തണൽ പുഞ്ചിരി ക്ലബിന്റെ പൊതുയോഗവും വിഷു ആഘോഷവും ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4-ന് മാൾസൺ വെണ്ണാട്ടുപറമ്പിൽ ഗോഡൌൺ ഹാളിൽ നടക്കുന്ന പരിപാടി തണൽ ജനറൽ സെക്രട്ടറി MK പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്യും. തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിക്കും. പഞ്ചായത്ത് അംഗം ടീന തോബി സന്നിഹിതയാകും. വിഷുദിനാഘോഷത്തിന്റെ ഭാഗമായി വിഷു കൈനീട്ടവും വിഷു കട്ടയും വിതരണം ചെയ്യും. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴയെത്തുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളാഴ്ച വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്.
കൊടും ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിന് വരും ദിവസങ്ങളിൽ വലിയ ആശ്വാസമേകുന്ന വാർത്തയാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും പുറത്തുവരുന്നത്. മുപ്ലിയത്തെ യുവജന കൂട്ടായ്മയായ ഡ്രീം കാച്ചേഴ്സ് സംഘടിപ്പിക്കുന്ന ഷൂട്ടൌട്ട് മത്സരം ശനിയാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഷൂട്ടൌട്ട് മത്സരം നടക്കുക. 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് 5001 രൂപയും ട്രോഫിയും ലഭിക്കും. 2ാം സ്ഥാനക്കാർക്ക് 2501 രൂപയും ട്രോഫിയും, ബെസ്റ്റ് ഗോൾ കീപ്പർക്ക് 1001 രൂപയും ട്രോഫിയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7598888948 9633483525 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കുറ്റിച്ചിറ കാരപ്പാടം ചെമ്പകശ്ശേരി രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയനും മേൽശാന്തി അജീഷ് ശാന്തിയും കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച രാവിലെ 6-ന് മഹാഗണപതി ഹോമം, 8:30-ന് കലശാഭിഷേകം, 11-ന് പള്ളിപ്പറ നിറയ്ക്കൽ, 11:30-ന് തോറ്റംപാട്ട്, ഉച്ചയ്ക്ക് അന്നദാനം, 2 മണിക്ക് മുത്തപ്പൻ കളം, വൈകിട്ട് 4-ന് കാഴ്ച ശിവേലി, 6:30-ന് താലിവരവ്, 8-ന് വിഷ്ണുമായ കളം, 11-ന് വീരഭദ്രൻ കളം, രാത്രി 12-ന് എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവ നടക്കും. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നോമ്പുകാലത്ത് മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. പാലയൂർ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം, ആനക്കോട്ട, വാഴാനി ഡാം, മൃഗശാല എന്നിവിടങ്ങളിലേക്കായി സംഘടിപ്പിക്കപ്പെട്ട വിനോദയാത്രയ്ക്ക് വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട്, മതബോധന പ്രധാന അധ്യാപകൻ CP ജോബി, അധ്യാപകരായ ജെൻസൺ കാവുങ്ങൽ, സിമി ജോബ്, ജിസ്മി ഷെന്നി, ജൂലി ബാബു, റിമ ജോണി, ലിൻസി സോയ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 100 രൂപ കൂടി 6720 രൂപയും പവന് 800 രൂപ കൂടി 53760 രൂപയുമായി. കഴിഞ്ഞ കുറെ നാളുകളായി റെക്കോർഡ് വിലയിലാണ് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നത്. ഏപ്രിലിൽ തുടങ്ങിയത് തന്നെ സർവകാല റെക്കോർഡോടെയാണ്. ഏപ്രിൽ 1-ന് 50,880 സ്വർണ്ണവില 2-ാം തീയതി അല്പം കുറഞ്ഞെങ്കിലും 50,680 രൂപയിലായിരുന്നു വ്യാപാരം നടത്തിയത്. ഏപ്രിൽ 3-നും 4-നും സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്നത്തേത്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ മറ്റ് ക്ഷേമനിധികളിൽ അംഗത്വമുള്ളവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇരട്ട അംഗത്വമുള്ളവർ മെയ് 1-നകം മറ്റു ക്ഷേമനിധികളിലെ അംഗത്വം അവസാനിപ്പിച്ച രേഖകൾ സഹിതം ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ ഹാജരാകണം. രേഖകൾ സഹിതം ഹാജരാകാത്തവരുടെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗത്വം മറ്റൊരു അറിയിപ്പ് കൂടാതെ റദ്ദ് ചെയ്യുന്നതാണെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487236049. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സംരംഭകർക്കായി മാർക്കറ്റ് മിസ്റ്ററി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 18 മുതൽ 20 വരെ കളമശ്ശേരിയിലുള്ള കീറ്റ് ക്യാമ്പസിൽ നിന്ന് പരിശീലനം നൽകും. MSME മേഖലയിലെ സംരംഭകർ, എക്സിക്യൂട്ടീവ്സ് എന്നിവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ഓൺലൈനായി ഏപ്രിൽ 16-നകം http://kied.info/training-calendar ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0424253289 9188922800 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53760 രൂപ. ചെങ്ങാലൂർ പയ്യപ്പിള്ളി കുളങ്ങര അന്തോണി ഭാര്യ ജെസി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8:30-ന് ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. ടോണി, മാർട്ടിൻ, റാണി, റീന എന്നിവർ മക്കളും ആൻസി, ലൂസി, ജോസ്, പരേതനായ ജോയ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. പലയിടങ്ങളിലായി 6ഓളം പോസ്റ്റുകളാണ് തകർന്നത്.
നെല്ലായിയിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ആക്രിക്കടയിലെ തൊഴിലാളിക്ക് പൊള്ളലേറ്റു. കടുത്ത വേനലാണ് വരുന്നതെന്നും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യജനാധിപത്യ മുന്നണി അളഗപ്പ നഗർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. MP വിൻസെന്റ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 800 രൂപ കൂടി 53,760 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.